കാന്താര 2. ആദ്യ ഭാഗത്തിന് ജനങ്ങൾ കൊടുത്ത ഒരു വിശ്വാസതയും എല്ലാമുണ്ട്. ജനങ്ങൾ വൻ വിജയമാക്കിയ ആദ്യ ഭാഗത്തിന്റെ രണ്ടാം ഭാഗം വരുമ്പോൾ സംവിധായകൻ 100% അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ആദ്യ ഭാഗത്തിന്റെ വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാവാം രണ്ടാം ഭാഗത്തിന് ആദ്യ ഭാഗത്തിന്റെ 7 മടങ്ങ് ബഡ്ജറ്റ്, അതായത് ഏകദേശം 125 കോടി രൂപയാണ് ബൊമ്ബാലെ ഫിലിംസ് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഡയറക്ടറിൽ വിശ്വാസം അർപ്പിച്ചത്. ജനങ്ങളോടുള്ള കടപ്പാടും നിർമ്മാതാക്കളോടുള്ള കടപ്പാടും വളരെ ഭംഗിയായി തന്നെ നിറവേറ്റിയിരിക്കുകയാണ് സംവിധായകൻ. കാന്താര ഫസ്റ്റ് പാർട്ടിന് ഋഷഭ് ഷെട്ടിക്ക് ദേശീയ അവാർഡാണ് കിട്ടിയത്. അതിൻ്റെ മാറ്റൊട്ടും കുറയാതെ തന്നെ രണ്ടാം ഭാഗത്തിനും ഒരു ദേശീയ അവാർഡിൻ്റെ സാധ്യത ഉൾക്കൊള്ളുന്ന അഭിനയം തന്നെയാണ് നായകൻ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കാകെ സംശയം തോന്നും ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഇതിലെ സംവിധായകനാണോ മികച്ചത്, നായകനാണോ മികച്ചതെന്ന്. രണ്ടുപേരും അത്രയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, സംവിധായകനും നായകനും. ഒരുപക്ഷെ മറ്റൊരാളായിരുന്നു നായകനെങ്കിൽ ഇത്രയും പെർഫെക്ഷനോടുകൂടി ഈ കഥാപാത്രം ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം സംവിധായകൻ തന്നെ നായകനായത് കാരണം സംവിധായകൻ എന്താണോ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് അത് കറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നായകന് കഴിഞ്ഞിട്ടുണ്ട്. കന്നഡയെ കൂടാതെ 7 ഭാഷകളിലാണ് ഈ സിനിമ ഡബ് ചെയ്തിരിക്കുന്നത്, സ്പാനിഷ് ഉൾപ്പെടെ. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുമാത്രം പ്രതീക്ഷയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ സിനിമയ്ക്ക് നൽകിയതെന്ന്. ഒന്നര വർഷത്തോളം ആരെയും കാണിക്കാതെ കർണാടകയിലെ ഒരു കാടിനകത്താണ് ഇത് ഷൂട്ട് ചെയ്തത്. അത്രയും പ്രതീക്ഷയോടെ അവർ ആരെയും പുറംലോകം അറിയിക്കാതെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു വലിയ സംഭവമാണെന്ന് അവർക്ക് തന്നെ അറിയാം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത്. ഒത്തിരി അഭിമാനം തോന്നാവുന്ന കാര്യം മലയാളത്തിന്റെ ജയറാം ഈ സിനിമയിൽ വളരെ മികച്ച ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒത്തിരി കൈയടി നേടുകയും ചെയ്യുന്നുണ്ട് ആ കഥാപാത്രം. എനിക്ക് തോന്നുന്നു കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണ് അന്യഭാഷാ ചിത്രത്തിൽ ജയറാമേട്ടന് ഇത്രയും ജനപ്രീതി കിട്ടുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഇതിലെ VFX. ഹോളിവുഡ് നിലവാരം പുലർത്തുന്ന VFX ആണ് ഈ ചിത്രത്തിൽ നമുക്കുടനീളം കാണാൻ കഴിയുന്നത്. ഒരു പുലിയുടെ രംഗവും വരാഹത്തിൻ്റെയും ഒരു ഉരുൾപൊട്ടലും ഇതെല്ലാം വളരെ തന്മയത്വത്തോടു കൂടിയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ വിഷ്വൽ എഫക്ട്സ് കാണാൻ മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയാവും എന്ന് തോന്നിപ്പോകുന്ന അത്രയ്ക്ക് മനോഹരമായാണ് ഇതിലെ വിഷ്വൽ എഫക്ട്സുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കഥാഗതി കൊണ്ടുപോകുന്നതാണ്. ഒരു സാധാരണ ചെറിയ രീതിയിൽ ഒരു കാന്താര ഒന്നുപോലെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വൻ ഹൈപ്പിലേക്ക് ഈ സിനിമയും അവർ കൊണ്ടുപോയിട്ടുണ്ട്. അതിലെ ഗ്രാമാന്തരീക്ഷവും പഞ്ചുരുളിയും ഗ്രാമവും തമ്മിലുള്ള ബന്ധം ഇതെല്ലാം വളരെ മനോഹരമായി അവർ പറഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ ഒത്തിരി നർമ്മരംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. എല്ലാം കൊണ്ടും നമുക്ക് ഒട്ടും ബോറടിക്കാതെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കാന്താര 2. പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കോസ്റ്റ്യൂംസ്. ആ പഴയ കാലഘട്ടം, ആ പഞ്ചുരുളി ഇതെല്ലാം എത്ര തന്മയത്വത്തോടു കൂടിയാണ് അവർ ഈ സിനിമയിൽ അവതരിപ്പിച്ചതെന്ന് നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടാലേ മനസ്സിലാവും. ദയവായി നിങ്ങൾ ആരും ഈ സിനിമ OTTയിൽ വരുന്നത് നോക്കിയിരിക്കരുത്. ഇരുന്നാൽ സിനിമാക്കാരെക്കാളും നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം അത്രയ്ക്ക് മനോഹരമായാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് മസ്റ്റായും തിയേറ്ററിൽ വാച്ച് ചെയ്യേണ്ട സിനിമയാണ്.
ഇന്ത്യൻ സിനിമയിൽ എന്നല്ല ലോക സിനിമയിൽ ഇത്രയും മനോഹരമായ ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തന്നെയാണ്. ആദ്യ ഭാഗത്തിലെ ക്ലൈമാക്സ് സീൻ കണ്ട് നമ്മൾ കൈയടിച്ച് അന്തം വിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് അതിനു മേൽക്കാൽ അപ്പമാണ്. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ അതുക്കും മേലെ അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ലൈമാക്സ് സീനാണ് ഈ സിനിമയിൽ അണിയറക്കാർ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ അരമണിക്കൂർ ഋഷഭ് ഷെട്ടി കാണിച്ച അഭിനയ മികവ് മറ്റൊരു താരത്തിനും അതിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്തത്രയും മികച്ച രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് നായകനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ്.